ഹരിനാട്ടിന് വർക്കുണ്ട്. നാളെ വിഷയല്ലേ. നമ്മുടെ കയ്യിൽ ഒരേപോലത്തെ വീഡിയോസും എന്നും ബർത്ത്ഡേ ആയിരുന്നു. ഹായ്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ അതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എവിടിച്ച പോണേ ഞങ്ങൾ പുതിയ ഉടുപ്പ് കണ്ടു. സുന്ദരിയുടെ പുതിയ ഉടുപ്പ് കണ്ടുവോ? കാട്ടിക്കൊത്ത ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇട്ടപ്പോണ്. നല്ല രസമുണ്ട് കുഞ്ഞാറ്റയ്ക്ക്, നല്ല ഭംഗിയുണ്ട് കുഞ്ഞാറ്റയ്ക്ക്. അമ്പോ എൻ്റെ തല, എൻ്റെ തല, അയ്യോ അയ്യോ. ആ ആ ആ എന്താ എവിടെ എവിടെ സുന്ദരി നോക്കിയൊക്കെ. അമ്പോ ഇത് വേണിച്ചനോ, ഇത് വേണിച്ചനടി വേറെ. അയ്യോ എവിടെച്ചാ? അയ്യോ അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ അവിടെ കുഞ്ഞാറ്റിക്ക് ഡ്രസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് സത്യം പറഞ്ഞാൽ മാലൊന്നും ഇതിന് ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടത്. നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകാനിട്ട് നമ്മൾ റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കണത്. നമ്മുടെ ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടെന്ന്. അല്ലെങ്കിൽ വേറൊരു ആമിക്കുട്ടി ചുന്ദരി അഖില ലുക്കായിട്ട്. ഹരിനാട്ടിന് വർക്കുണ്ട്. നാളെ വിഷയല്ലേ. നമ്മുടെ കയ്യിൽ ഒരേപോലത്തെ വീഡിയോസും എന്നും ബർത്ത്ഡേ ആയിരുന്നു. നമ്മളൊരു 11 മണി ടൈമൊക്കെ ആയപ്പോഴാണ് നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഫസ്റ്റ് നമ്മളാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. വേറെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ബർത്ത്ഡേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ വിളിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചേച്ചി 10 മണിയാകുമ്പോഴേക്കും വരണം, നേരത്തെ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും, 10 മണി അല്ലെങ്കിൽ പോലും 10:30 ആകുമ്പോഴേക്കും വേഗം എത്തണം എന്നൊക്കെ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10:30 പോയി 11 മണിയായിട്ടും അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ 10:30 10 മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരുക്കമാനും അതുപോലെ കുട്ടികളെ റെഡിയാക്കലും എല്ലാം കഴിഞ്ഞ് നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ എന്തായാലും ഏകദേശം 10-11 മണി ആവുമല്ലോ. ഇവർ പിള്ളേരേനൊക്കെ ഒരുക്കി റെഡിയാക്കി നമ്മൾ നേരത്തെ ഇറങ്ങലൊക്കെ കണക്ക് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ അത് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി കേട്ടോ. അതുപോലെ നമ്മുടെ ആമിയുടെയും അഖിലയുടെയൊക്കെ ഡ്രസ്സ് കാണാൻ ഭയങ്കര രസമായിട്ടുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു ഡ്രസ്സ്. പിന്നെ അത് നമ്മുടെ കുഞ്ഞാറ്റേനെ കണ്ടപ്പോൾ മുതലേ എടുത്ത് നടക്കാൻ തുടങ്ങിയൊരു മോളാണ് കേട്ടോ. അവിടെ അഖിലയുടെ ഫാമിലിയിലുള്ള ഒരു കുട്ടി തന്നെയാണ്, നവമി എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അവൾ ഏത് നേരം നമ്മുടെ കുഞ്ഞാറ്റേനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മുടെ കുഞ്ഞാറ്റേനെ. കുഞ്ഞാറ്റേ അവിടുന്ന് വരുന്നേ, എവരിന്റെ വരുന്നേ. അവളത്തേക്ക് പോയിട്ടോ. നവമിയുടെ അടുത്തേക്ക് പോയി. Happy birthday, Shamaji. Happy birthday to you. താളം കിട്ടുന്നില്ല. എല്ലാവരും കൂടി കൊണ്ടുവരണം.
എൻ്റെ ഏട്ടൻ എങ്ങനെ ഫസ്റ്റ് വിഷ് കഴിഞ്ഞിട്ടും അടുത്ത വിഷുവല്ലേ രണ്ടാമത്തെ ഇവളുടെ ഇവളുടെ ആരെ നമുക്ക് ബർത്ത്ഡേ തിരക്കിൻ്റെ ഇടയിൽ ഫുൾ വീഡിയോസൊന്നും കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടുത്തെ ഫുഡ് ബിരിയാണിയും ചിക്കനൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു ഉച്ച ടൈം ആകുമ്പോഴേക്കും ഇറങ്ങി. പിന്നെ ഇതാ നമുക്ക് ഫസ്റ്റ് തന്നെ അഖിലയുടെ അമ്മയുടെ വകയായിരുന്നു കേട്ടോ വിഷ് കൈനീട്ടം. എല്ലാ പിള്ളേർക്കും വിഷ് കൈനീട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അവിടുന്ന് നേരെ വന്നിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നാളെ വിഷുവില്ല, അപ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളും ഫ്രൂട്ട്സൊക്കെ വാങ്ങണമായിരുന്നു. അതല്ല കേട്ടോ ഏറ്റവും വലിയ രസം, ഞാനിതാ ഇതേപോലെ ഇന്നലെയും സാധനങ്ങൾ വാങ്ങാൻ നമ്മുടെ ചെറുതൂത്തിക്ക് പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എന്താ പട്ടി ചന്തയ്ക്ക് പോയ പോലെ അതേപോലെ തന്നെ തിരിച്ചു വരികയാണിട്ടുണ്ടായിരുന്നത്. ഒന്നും വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2 ദിവസം മുന്നേ ജസ്റ്റ് കുറച്ച് പച്ചക്കറിയും അതുപോലെ ഇങ്ങനത്തെ പലചരക്കും വാങ്ങിച്ചിട്ട് വിഷുവിൻ്റെ തലേ ദിവസം ഫ്രൂട്ട്സൊക്കെ വാങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞാറ്റേനെ കുറക്കി കെടുത്തിട്ട് ഒരു 11:30 ആ ടൈമിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഗേറ്റൊക്കെ കടന്ന് നമ്മളവിടെ ചെറുതുത്തി എത്തിയപ്പോഴേക്കും 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മളിതവിടെ സൂപ്പർ മാർക്കറ്റ് കടയിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാ കടകളും അടച്ചിട്ടുണ്ടായിരുന്നു. പൊതുവേ എല്ലാ കടകളും മുസ്ലിങ്ങളായ കാരണം അവർക്ക് പള്ളിയിലേക്ക് പോകാനുള്ള കാരണം കൊണ്ടൊക്കെ എല്ലാ കടകളും അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി, വെള്ളിയാഴ്ച ഇതേ സമയത്ത് ഇറങ്ങാതിരിക്കുക, ഒന്നെങ്കിൽ രാവിലെ നേരത്തോ അല്ലെങ്കിൽ വൈകിട്ട് ഇറങ്ങണമെന്ന്. അപ്പോൾ തന്നെ അതേപോലെ തന്നെ തിരിച്ചു വന്നു. അതാണ് കേട്ടോ പിന്നെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ തന്നെ കുറേ പടക്കമൊക്കെ ഏട്ടൻ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് രാത്രി ആയപ്പോൾ എല്ലാവരും കൂടിയിട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് കമ്പിത്തിരി മത്താപ്പൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. നമ്മുടെ കുഞ്ഞാറ്റ ആദ്യമായിട്ടാണ് കേട്ടോ അതൊക്കെ കാണുന്നതും അവളിങ്ങനെ കത്തിക്കണതൊക്കെ. കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ അവൾ ചെറിയ കുട്ടിയായിരുന്നില്ലേ, ജെൻസ് 6 മാസം അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഭയങ്കര ത്രില്ലിങ് ആണ് കേട്ടോ. ഏറ്റവും നല്ല ഇൻട്രസ്റ്റ് നമ്മുടെ കുഞ്ഞാറ്റയ്ക്കാണ്. നമ്മളെന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഒരുപാട് പടക്കം അങ്ങനെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിള്ളേർക്ക് കുറച്ച് കത്തിക്കാൻ മാത്രം ആവശ്യത്തിനുള്ളതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ഒരുപാട് പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി പൊട്ടിച്ച് ഞാൻ നേരെ വന്ന് വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങളൊരു 3:30-4 മണിയായപ്പോൾ വിഷുവൊക്കെ കണി കണ്ട്. പിന്നെ അത് നമ്മുടെ കണി ഇങ്ങനെയായിരുന്നു കേട്ടോ. തലേ ദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്ത കാരണം നമുക്ക് നേരത്തെ നീച്ച് നമുക്ക് എല്ലാവരും കണി കാണിക്കാനൊക്കെ പറ്റി. പിന്നെ നേരെ വിഷു കൈ നീട്ടൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.